കഥ നടക്കുന്നത് 1983 അമേരിക്കയിലെ ഒരു പാവം പട്ടണത്തിലാണ്. പക്ഷേ പട്ടണം പാവമാണെങ്കിലും അവിടെ നടക്കുന്നതൊക്കെ അല്പം വെറൈറ്റി കാര്യങ്ങളാണ്. ഒരു ഗവൺമെന്റ് ലാബിൽ വെച്ചാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ജീവനും കൊണ്ട് ഓടുകയാണ്. ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മുകളിൽ നിന്നൊരു സാധനം വന്ന് പുള്ളി അങ്ങ് പൊക്കുന്നു. സീൻ ഡാർക്ക്. അതേസമയം നമ്മുടെ നായകന്മാരായ മൈക്ക്, ബില്ല്, ഡസ്റ്റിൻ, ലൂക്കസ് ഈ 4 ചങ്ങാതിമാരും കൂടി മൈക്കിന്റെ വീടിന്റെ താഴെ ഇരുന്ന് ഒരു ഗെയിം കളിക്കുകയാണ്. 10-12 മണിക്കൂറൊക്കെയാണ് ഇവന്മാരെ കളിക്കുന്നത്. ഒടുവിൽ കളി കഴിഞ്ഞ് വിൽ തന്നെ സൈക്കിളിൽ വീട്ടിലേക്ക് വിടുന്നു. പോകുന്ന വഴിയിൽ റോഡിൽ ഒരാൾ നിൽക്കുന്നു. പേടിച്ചുപോയി വീട്ടിലേക്ക് ഓടിക്കേറിയെങ്കിലും അവിടെ വെച്ച് ആ സാധനം വില്ലിനെ അങ്ങ് അടിച്ചു വരുന്നു. വിൽ ഔട്ട്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വില്ലിനെ കാണാനില്ല. വില്ലിന്റെ അമ്മ ജോയിസ് ആകെ ഷോക്കിലായി. പോലീസിനെ വിളിക്കുന്നു. പോലീസ് ചീഫ് ഹോപ്പർ ആണെങ്കിൽ രാവിലെ തന്നെ നല്ല മൂഡിലല്ല. അവൻ അച്ഛന്റെ വീട്ടിൽ പോയതായിരിക്കും, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിലും സംഗതി സീരിയസ് ആണെന്ന് പുള്ളിക്ക് ഉടനെ പിടികിട്ടുന്നു. ഈ സമയത്താണ് കടയിൽ ഭക്ഷണം മോഷ്ടിക്കാൻ ഒരു പെൺകുട്ടി വരുന്നത്. തലയൊക്കെ മുട്ടയടിച്ച് ഒരു വിചിത്രമായ ഡ്രസ്സൊക്കെ ഇട്ടൊരു കുട്ടി. അവളുടെ കയ്യിൽ 011 എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവളെ 11 എന്ന് വിളിക്കും. അവൾക്ക് ചുമ്മാ നോക്കിയാൽ ഫാൻ കറക്കാനും ലൈറ്റ് അണയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സൈക്കോ പവർ ഉണ്ട്. തങ്ങളുടെ ചങ്ങാതിയെ വിട്ടുകൊടുക്കാൻ മയക്കും കൂട്ടുകാരും തയ്യാറല്ല. വീട്ടുകാർ അറിയാതെ രാത്രി അവർ ടോർച്ചും എടുത്ത് കാട്ടിലേക്ക് ഇറങ്ങുന്നു. മഴയത്തെ കാട്ടിൽ വില്ലിനെ തിരയുമ്പോൾ അവർക്ക് വില്ലിനെ കിട്ടുന്നില്ല. പകരം ആരെ കിട്ടുന്നു? നമ്മുടെ 11. അവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. വില്ലിന് എന്ത് സംഭവിച്ചു, 11 ആരാണ്, അതൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണണം.